നാളിതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മരണത്തിൻ്റെ ദുരൂഹത മറനീക്കി പുറത്തു വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ ഇപ്പോൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന നിരാഹാര സത്യാഗ്രഹം ഇവിടെ ആരംഭിക്കുകയാണ്. അതിനായിട്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. വ്യത്യസ്തമായിരിക്കും പറയാനില്ല. ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം പ്രഹസനമായിരുന്നു. പല കാര്യങ്ങളും നേരത്തെ മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. പോലീസിന്റെ പ്രഹസനമായ ഈ അന്വേഷണത്തിനെതിരെ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തണം, അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന ആവശ്യവുമായി ഉടൻ തന്നെ CBI ഇത് ഏറ്റെടുക്കാനുള്ള കരുണ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ 3 ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് 3 ദിവസം തുടങ്ങിയിട്ടുള്ള നിരാഹാരം ഞങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ആരംഭിക്കുന്നത്. ഇതിൽ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെയും മറ്റു ഉദ്യോഗസ്ഥരെയും ശ്രദ്ധ ഉണ്ടായി ഇതിനൊരു തീരുമാനമുണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഈ 3 ദിവസവും ഞങ്ങളുടെ നിരാഹാരം ഇന്നിപ്പോൾ ഇവിടെ നിന്ന് മുതൽ ആരംഭിക്കും. കൂട്ടായ്മയെ അംഗമായ ശൈലി ചേച്ചി ക്ഷണിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 21-ാം തീയതി ഞങ്ങളൊരു പ്രതിഷേധ കൂട്ടായ്മ നടത്തി. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കേസ് അടിയന്തരമായി CBI ഏറ്റെടുക്കണം എന്നുള്ള ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. മാത്രമല്ല മണിക്കൂടാരത്തിൻ്റെ കെയർ ഓഫിൽ പ്രധാനമന്ത്രിക്ക്, ഹോം സെക്രട്ടറിക്ക്, ഹോം മിനിസ്റ്റർക്ക്, നമ്മുടെ CM-നൊക്കെ നമ്മൾ നിവേദനം സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ശ്രീ കലാഭവൻ മണി എന്ന അതുല്യ പ്രതിഭ മരിച്ച് 1 വർഷം തികയുന്ന ഈ അവസരത്തിൽ നാടിൻ്റെ നാനാഭാഗത്തും അദ്ദേഹത്തിൻ്റെ പേരിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് പല സംഘടനകളും ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മണിക്കൂടാരം നീതി തേടി അവസാനം വരെ നിലകൊള്ളും. മാത്രമല്ല നമ്മുടെ ഈ പോരാട്ടം എന്തായാലും ഒരു തീരുമാനം കിട്ടിയേ തീരുമാനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ നിരാഹാര സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ മണിക്കൂടാരത്തിൻ്റെ പ്രതിനിധി നിലവിൽ എല്ലാ സഹകരണവും അവർക്ക് നൽകുകയാണ്. നന്ദി. ആദി ദ്രാവിഡ പര്യസഭയുടെ സെക്രട്ടറിയായ ബിജു പുതുക്കാടുകുന്നനെ ക്ഷണിക്കുന്നു. മരണത്തെ തുടർന്ന് 1 വർഷം തികയാൻ പോകുന്ന ദിവസങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ദുരൂഹത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് CBIയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വിഷുദിനത്തിൻ്റെ അന്നാണ് ചാലക്കുടിയിൽ മേൽപ്പാലത്തിന് കീഴെയായി ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരു നിരാഹാര സത്യാഗ്രഹം ദിവസത്തെ നടത്തിയത്. അതിനെ തുടർന്ന് മണിച്ചേട്ടൻ്റെ മരണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഭരണമാറ്റമുണ്ടായപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ കേസ് CBIക്ക് വിടണമെന്നുള്ള ആവശ്യം ഉന്നയിക്കണം എന്ന് തന്നെയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കൃഷിമന്ത്രിയായിട്ടുള്ള സുനിൽ കുമാർ സാറിനെ കാണുകയും അദ്ദേഹം വഴി മുഖ്യമന്ത്രിയെ കണ്ട് നമ്മുടെ പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ആ കേസ് CBIക്ക് വിട്ടെങ്കിലും CBI ഏറ്റെടുത്തിട്ടില്ല. ഇന്നും ആ കേസ് ഒന്നുമല്ലാത്ത രീതിയിൽ തേച്ചുമാച്ച് കളയാൻ ശ്രമിക്കുന്ന
പോലീസ് അധികാരികളുടെ നിഷ്ക്രിയത്വത്തെ ഞങ്ങൾ അതിശക്തമായി അതിനെ അപലപിക്കുന്നു, അതിനെ നിശിതമായി വിമർശിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരണത്തിൻ്റെ കാര്യങ്ങളുമായി സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ അവഹേളനങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ആദി ദ്രാവിഡ പറയസഭ ഈ ഇവിടങ്ങളിലൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്, ഇനി നടക്കുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനിയും ഞങ്ങളുടെ മണിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഷാംശം കലർന്നത്, അത് കൃത്യമായിട്ടും ഞങ്ങൾക്ക് അറിയണം, അത് അറിയേണ്ട ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ സമര പോരാട്ടങ്ങളിലൊക്കെ തന്നെ മണിച്ചേട്ടൻ്റെ സഹോദരൻ ശ്രീ R.V. രാമകൃഷ്ണൻ ഏത് അവസരത്തിലാണോ ഞങ്ങൾ എത്തിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ആദി ദ്രാവിഡ പറയസഭ ചെയ്തിട്ടുണ്ട്, ചെയ്യും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് ഈ പരിപാടിയിൽ ഞങ്ങൾ വന്നത്. ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരണാധികാരികളോടുണ്ട്. ഇത്രയും ശക്തനായ അല്ലെങ്കിൽ ഇത്രയും ആദരണീയനായ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന മണിച്ചേട്ടൻ്റെ മരണം അത് എത്രയും പെട്ടെന്ന് CBI ഏറ്റെടുക്കണം, കേസ് അന്വേഷിക്കണം. ആ അന്വേഷണത്തിൽ കുറ്റവാളികൾ ആരാണോ അവരെ ശിക്ഷയ്ക്ക് വിധേയരാക്കണമെന്നുള്ള ആവശ്യം ഈ അവസരത്തിൽ അധികാരികളുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമസ്കാരം. സംസാരിക്കുന്നതിന് CSBSലെ പ്രസിഡന്റായ സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യരായ കലാശ്രീകളിലെ മാധ്യമ സുഹൃത്തുക്കൾ, കലാഭവൻമണിയുടെ സഹോദരങ്ങൾ, കലാകേരളത്തിൽ നഷ്ടമായ മണിയുടെ വേർപാടിന് ഒരു വർഷം പൂർത്തിയാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇത്തരമൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് രാമകൃഷ്ണൻ തന്നെ വളരെ വ്യക്തമായി മാധ്യമങ്ങളുമായി സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായി കുടുംബ അംഗങ്ങളും വിവിധ സംഘടനകളുമൊക്കെ സമാധാനപരമായ സമരമാർഗങ്ങളും വളരെ പോലീസുമായി വളരെ സൗഹാർദ്ദത്തോടു കൂടിയുള്ള ഇടപെടലും കൊണ്ട് ഒരു വർഷമാണ് ഈ കേസ് അന്വേഷണം തിരഞ്ഞെടുക്കുന്നത്. അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാണ് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്? കഴിഞ്ഞ ഒരു വർഷമായിട്ട് FIR ഇട്ട് കേസെടുക്കുവാൻ ഇവിടുത്തെ പോലീസിന് കഴിഞ്ഞില്ല. മണിയുടെ മരണ സമയത്ത് ഒരു ഗവൺമെന്റാണ് ഭരിച്ചതെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ മറ്റൊരു ഗവൺമെന്റ് വന്നു. ഈ രണ്ട് ഗവൺമെന്റിൽ നിന്നും ഈ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സമുദായത്തെ പ്രതികരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഈ സമുദായങ്ങൾ എന്നും നീതി ലഭിക്കാത്ത ഒരു പറ്റം ആളുകളായി മാറുന്ന ഒരവസ്ഥയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയും കേരളവും അറിയപ്പെടുന്ന അനുഗ്രഹീത കലാകാരൻ. മണിയുമായി താരതമ്യം ചെയ്യുവാൻ മലയാള സിനിമാ രംഗത്ത് ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും താരതമ്യം ചെയ്യപ്പെടാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരാൾക്കും ആ അവാർഡ് മറ്റൊരാളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ച നിമിഷങ്ങളല്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ അവാർഡ് തട്ടിത്തെറിപ്പിച്ചു എന്നുള്ളത് ഇത്തരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് എന്നെ സംബന്ധിച്ചോളം പറയുവാനുള്ളത്. നിങ്ങൾക്കറിയാം, അടുത്ത കാലത്ത് ഭാവന എന്ന് പറഞ്ഞ കലാകാരിക്കുണ്ടായ ഒരു മോശമായ സമീപനത്തിന്റെ ഫലമായിട്ട് സിനിമാ ലോകം ഒന്നടങ്കം ആ സംഭവത്തിൽ പ്രതിഷേധിച്ചു. കലാകേരളത്തിലെ മുഴുവൻ ആളുകളും നിറകണ്ണീരോടുകൂടിയാണ് ആ സംഭവത്തിൽ പ്രതിഷേധിച്ചത്.
അവനിക്ക് അത്ര ഒരു അരിഷ്ട സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതാരാണെങ്കിലും നമ്മളത് അംഗീകരിക്കുന്നതാണ്. പക്ഷെ മണിയുടെ മരണവും ആ മരണത്തിന് ശേഷവുമുള്ള ഒരു വർഷം ഈ കലാകാരന്മാരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് പോകുന്നത് ഈ കേരള ജനത കണ്ടില്ല. കൊച്ചി കായലിൽ ഒരു മൊബൈലിന് വേണ്ടി 6 മണിക്കൂറാണ് തെരച്ചിൽ നടന്നത്. നിങ്ങൾ അറിയണം, കഴിഞ്ഞ ഒരു വർഷമായി കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുക ഒട്ടേറെ തെളിവുകൾ ശ്രീ രാമകൃഷ്ണൻ പോലീസിന് മുമ്പ് നിർത്തിയതാണ്. ഒട്ടേറെ സംശയങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ പോലീസിന് അതൊന്നും അന്വേഷിക്കാൻ നേരമില്ല. രഹസ്യമായ കുറെ അന്വേഷണങ്ങൾ നടത്തി കുടുംബാംഗങ്ങളെ വിഡ്ഢികളാക്കുന്ന പോലീസ് സമീപനമാണ് കഴിഞ്ഞ ഒരു വർഷമായി നടപ്പിലാക്കി വരുന്നത്. ഏറ്റവും അവസാനം പോലീസ് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. CBI കേസ് എടുത്തിട്ടില്ല. CBI സംബന്ധിച്ച് ഒന്നും അന്വേഷിച്ചിട്ടില്ല. തൊട്ടടുത്തല്ലേ വീടുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു. ഒരാളെയെങ്കിലും അറിയിക്കാമായിരുന്നു. അതറിയിക്കാതെ മണിയുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥ ഉള്ളപ്പോൾ ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ചോദിക്കാനാണ് കഴിഞ്ഞില്ല. അനസ്തേഷ്യ കൊടുത്ത ഡോക്ടർ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പറ്റിയില്ല. പിണറായി വിജയന്റെ അടുത്തും ഈ വിഷയം ചെന്നു. ഈ ഗവൺമെന്റുകളൊന്നും ഈ വിഷയത്തിൽ വേണ്ട പോലെ ശുഷ്കാന്തി കാണിച്ചില്ല എന്നതുകൊണ്ടാണ് ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നത്. ഈ സമയത്താണ് പാമയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നത്. പോലീസ് വളരെ ജാഗ്രതയാണ്. പോലീസ് വളരെ ജാഗ്രതയിലാണ് നിൽക്കുന്നത്. അന്വേഷണം നടക്കട്ടെ. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമായി കുടുംബാംഗങ്ങൾ നിശബ്ദരായി അന്വേഷണത്തെ നോക്കിക്കാണുകയായിരുന്നു. യാതൊരു ഗത്യന്തരമില്ലാതെ യാതൊരു നീതിയും ലഭിക്കുകയില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിരാഹാര സമരം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ ആളുകൾ ഇവിടെ നടത്തേണ്ട ഗതികേടുണ്ടായത്. വളരെ ദുഃഖിതരായിരിക്കുന്ന ആളുകൾ തങ്ങളുടെ സഹോദരന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണം തൃപ്തികരമല്ല. CBI തന്നെ അന്വേഷണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിരാഹാരം ഇരിക്കുന്നത്. ഈ നിരാഹാരം നിസ്സാരമായി കേരളത്തിലെ പോലീസും ഭരണകൂടം കാണാൻ പാടില്ല. കേരളത്തിലെ 14 ജില്ലകളിലും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ജനങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇവിടെ രാഷ്ട്രീയമല്ല, ഇവിടെ മതമല്ല, മതവിശ്വാസങ്ങളല്ല, ജാതി ഉപജാതി ചിന്തകൾക്ക് അതീതമായി മണിയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഈ 3 ദിവസം നടത്തുന്ന നിരാഹാര സമരം കേരളം മാത്രമല്ല ചർച്ച ചെയ്യാൻ വിടാൻ പോകുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, കലാകേരളം ഈ സമരം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ നേരുകയാണ്. മണിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ സമരത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾ മുന്നോട്ട് പോകുന്ന വിഷയമില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കേരളത്തിലെ 14 ജില്ലകളിലുള്ള ആളുകൾ ഒറ്റക്കെട്ടായി ഉയർന്നു മുന്നോട്ട് പോകും എന്ന സംശയമില്ല. ഓരോ കുമ്പിളിൽ കഞ്ഞി എന്ന് പറയുന്ന അനുഭവം ഇനി കേരള സംസ്ഥാനത്ത് ഉണ്ടാകുവാൻ അനുവദിക്കത്തില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾ പറയുവാനുള്ളത്. തീർച്ചയായും ഈ പ്രക്ഷോഭ സമരം ഒരു സൂചനയാണ്. ഈ സൂചന കണ്ട് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, സമഗ്ര അന്വേഷണം CBI ഏറ്റെടുത്തുകൊണ്ട് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതുവരെ രാമകൃഷ്ണ സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നേരുവാൻ ഞാൻ പ്രദാനം ചെയ്യുന്ന കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ചേരമ സംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് ഈ സമരം നീതി ലഭിക്കുന്നത് വരെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ജീവനും സുരക്ഷിതവും സംരക്ഷണം കൊടുക്കണം എന്നുകൂടി എനിക്ക് ഉറപ്പിക്കാനുണ്ട്. ഇവിടെ ഒട്ടേറെ ആളുകൾ ശ്രീ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായി ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കലാരംഗത്തെ കുറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ രാമകൃഷ്ണനെ ഫേസ്ബുക്കിലൂടെയും മറ്റും ഭീഷണിപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനെ അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത്തരം ആളുകളെ അവരുടെ വീട്ടിൽ പോയി കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യുമെന്ന് പറയുവാനും കൂടെ ഞാൻ ഈ സമയം ഉപകരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ഭീഷണികളൊന്നും ഈ കുടുംബത്തോട് ഉണ്ടാകാൻ അനുവദിക്കത്തില്ല എന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ളതിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ നിരാഹാര സമരം ഒരു സൂചനയാണ്. ഈ സമരം കേരളത്തിൽ ഒരു മാറ്റൊലിയായി മാറും. കലാഭവൻ മണി എന്ന
അനുഗ്രഹീത കലാകാരന്റെ ഓർമ്മകൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ നിജസ്ഥിതി ഞങ്ങൾക്കൊന്ന് അറിയണം. അദ്ദേഹം അസുഖമായിട്ട് മരിച്ചെങ്കിൽ ആയിക്കൊള്ളട്ടെ, മരണം ദൈവമാണ്, ഈശ്വരനാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സമ്മതിക്കാം. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. ചില ആളുകൾക്ക് ഈ മരണത്തിൽ ബന്ധമുണ്ട്. ആളുകളുടെ പേര് പോലീസിനോട് പറഞ്ഞിട്ട് എന്താ പോലീസ് അന്വേഷിക്കാത്തത്? ഇവിടെ പോലീസ് ചില ആളുകളുടെ കയ്യിലെ കളിപ്പാവയായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ദുരൂഹത നീക്കി പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് അനുഗ്രഹീത കലാകാരൻ നമ്മോട് വേർപെട്ടു പോയ ജനമനസ്സുകളിൽ നിന്നും ജീവിക്കുന്ന കലാഭവൻ മണിയുടെ പവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഇവിടെ നിർമ്മിച്ച ബഹുമാനപ്പെട്ട സുരേഷിന് പ്രത്യേകമായി നന്ദിയുണ്ട്. കാരണം അനശ്വരനായ കലാഭവൻ മണിയെ ഇവിടെ വരുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും ഓർക്കുവാൻ കഴിയുന്ന ഉജ്ജ്വലമായ പ്രതിമ തന്നെ ഈ ചാലക്കുടിയിൽ നിർമ്മിക്കുവാൻ അതിന് നേതൃത്വം കൊടുത്ത കുടുംബാംഗങ്ങളെയും ശില്പിയെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന്, നിരാഹാര സമരത്തിന് എല്ലാവിധ പിന്തുണയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ഏകദേശം 24 വർഷമായിട്ട് പുള്ളി പോലെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഈ ഒരു അന്തരീക്ഷം, ഈ അവസ്ഥ സഹിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായിട്ടാണ് ഞാൻ എപ്പോഴും ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും പിന്നെ ഇങ്ങനെ ഒരു ശില്പം ചെയ്യാൻ എൻ്റെ സുഹൃത്തും അതുപോലെ മണിയുടെ സുഹൃത്തുമായ സുരേഷ് രാജിയോട് ഈ മനസ്സ് കാണിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ മാത്രമല്ല, കാസറ്റ് തുടങ്ങിയപ്പോഴേ സുരേഷും ഒരുമിച്ച് മണിയുടെ കട്ടൗട്ട് വയ്ക്കുന്നു, അതുപോലെ ഫ്ലക്സ് വയ്ക്കുന്നതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 20 വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത്, മണി എങ്ങനെ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി എന്തായാലും നമ്മൾ ഒരുമിച്ച് കൂടെ നിൽക്കണം. കൂടുതൽ പറയാൻ പറ്റുന്നില്ല. ക്ഷണിക്കുന്നു. മണിമാന്റെ കാസറ്റുകൾക്ക് മ്യൂസിക് ചെയ്ത സുഹൃത്തുമായ ബിജു ചാലക്കുടിയെ വിളിച്ചതിനെ വേദിയിൽ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ മണിച്ചേട്ടൻ്റെ കുടുംബാംഗങ്ങളെ ഇരിക്കുന്നവ കാണുമ്പോൾ ഈ ഒരു കുടുംബത്തിലെ ഒരംഗം പോലെയാണ് ഞാനും സതീഷൊക്കെ. പോലീസ് അധികാരികളും രാഷ്ട്രീയ പ്രമുഖരും മണിച്ചേട്ടൻ്റെ ഈ മരണം കുറച്ചും കൂടി കാര്യമായിട്ട് എടുത്തെങ്കിൽ ഒരിക്കലും നീണ്ട ഈ ഒരു വർഷം വരെ ഇത്തരമൊരു മരിച്ച ആ ദിവസം മുതൽ മറ്റ് എന്ത് വിഷയത്തോടെങ്കിലും ഞങ്ങളെല്ലാവരും കുടുംബസഹിതം കൊടിയെത്തുന്നവരാണ്. എൻ്റെ വീട്ടുകാരെല്ലാവരും തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. മണിച്ചേട്ടനെ ഞങ്ങൾ സ്നേഹിക്കുന്ന പോലെ, ഞങ്ങൾ സ്നേഹിക്കുന്ന പോലെ 1000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആൾക്കാർ മണിച്ചേട്ടനെ സ്നേഹിക്കുന്നത്. മണിച്ചേട്ടൻ്റെ ഈ ദുരൂഹമരണത്തിൽ അതിനകത്ത് ഉള്ള എല്ലാവരെയും മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് മാത്രം ആശംസിക്കുന്നു. മണിച്ചേട്ടനെ കുറിച്ച് ഏറെ അധികം കാഴ്ചപ്പാടുമായിട്ട് കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീട് കൊലയടത്താണ്. അദ്ദേഹത്തിൻ്റെ മരണം തീർച്ചയായിട്ടും ചാലക്കുടി എന്ന് മാത്രമല്ല ഈ ലോകത്ത് തന്നെ ഒരു വലിയ തീരാനഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഒരു നോവൽ ഇറക്കിയിരുന്നു, പൊലിഞ്ഞു പോയ സ്വപ്നം എന്ന. അതിൻ്റെ അവതാരികയ്ക്ക് വേണ്ടി ഞാൻ ആളെ പല പ്രാവശ്യം കാണാനായിട്ട് വന്നിരുന്നു. പക്ഷേ ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് പോയ കാരണം എനിക്ക് അതിന് സാധിച്ചില്ല. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഒരു നാടൻപാട്ട് ഈ ഒരാഴ്ച മുമ്പ് ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ 2 വരി ആലപിക്കുകയാണ്.
ചാലക്കുടി ചങ്ങാതി നാടൻ പാട്ടിന്റെ ചങ്ങാതി, ചാലക്കുടി ചങ്ങാതി നാടൻ പാട്ടിന്റെ ചങ്ങാതി, ചാലക്കുടി വെട്ടം മഞ്ഞിലേ, ചാലക്കുടി വെട്ടം മഞ്ഞിലേ, ഓട്ടുകാരൻ മണിനാദം നിലച്ചില്ലേ, ചാലക്കുടി പുഴ പോലും കരഞ്ഞില്ലേ, ചാലക്കുടി ആകെ ഉറങ്ങിയില്ലേ, എന്റെ ചങ്ങാതി, ചാലക്കുടി ആകെ ഉറങ്ങിയില്ലേ. അദ്ദേഹത്തിന്റെ ഈ വേർപാട് എനിക്ക് കൃത്യമായിട്ട് പാടാനും സാധിക്കുന്നില്ല. ഇപ്പോൾ മുകളിൽ നിൽക്കുന്ന മണിച്ചേട്ടന് വേണ്ടി എൻ്റെ ഈ ഗാനം സമർപ്പിക്കുകയാണ്. ഇവിടെ ഉപവാസം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ എല്ലാ സഹായങ്ങളും ഒപ്പം നേരിടാം എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. എൻ്റെ പേര് ഉദയൻ എന്നാണ്, അല്ലാതെ എന്നെ സ്വദേശം. ഞാൻ ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യം എല്ലാവരും പറഞ്ഞ ദുരൂഹ മരണമാണ്. ഇവിടെ ഒരു വലിയ മനുഷ്യന് വേണ്ടി യാചിക്കുന്ന ഒരു സാഹചര്യം സഹിക്കുന്നതിനാൽ അപ്പുറത്താണ്. ഇവിടെ ചാനലിൻ്റെ സംപ്രേഷണം ചെയ്യാൻ പറ്റിയിട്ടില്ല, എല്ലാവരും പോയോ എന്നെനിക്കറിയില്ല. ശേഷിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം സൂര്യ TV-യുടെ കാഴ്ചയ്ക്കപ്പുറം എന്ന പ്രോഗ്രാമിലൂടെ ഈ കേരളത്തോട് ഒരു ആത്മീയതയുടെ പിൻബലത്തോടു കൂടി മണിച്ചേട്ടൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി ഇതിൻ്റെ ഘാതകരെ, ഇതിൻ്റെ സംഭവത്തെ വിശദീകരിക്കാം എന്ന് പറഞ്ഞ ഒരാൾ കേരളത്തിലുണ്ട്, കുണ്ടൂർ ദേശത്ത്. ഇന്നിപ്പോൾ സൂര്യ TV-യുടെ ആരെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. നമുക്ക് ആത്മീയതയുടെ മറപറ്റിയോ അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടിയോ എങ്ങനെയോ ആവട്ടെ, മണിച്ചേട്ടനെ പോലുള്ള ഈ അതുല്യ പ്രതിഭയുടെ ഈ മരണത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് അത് നമ്മുടെ എല്ലാവരുടെയും ഒരു അവകാശമാണ്, ഒരു മൗലിക അവകാശമാണ്. അവകാശത്തിന് വേണ്ടി ചാനലുകൾക്ക് ഇപ്പോൾ ഇന്നലെ ഒരാഴ്ച മുമ്പേ സുരാജ് വെഞ്ഞൂർമൂട് അതുപോലെ തന്നെ പല സിനിമാ രംഗത്തെ പ്രമുഖരും ഈ സൂര്യയുടെ കാഴ്ചയ്ക്കപ്പുറം എന്ന പ്രോഗ്രാമിലൂടെ ഇത് കണ്ടതിന് ശേഷം മണിച്ചേട്ടനുള്ള ഒരുപാട് ആദര വ്യായാമങ്ങൾ നടത്തി എന്നറിഞ്ഞു. ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് കൂടി ചിന്തിക്കാമല്ലോ. അങ്ങനെയെങ്കിലും നമ്മുടെ മണിച്ചേട്ടൻ്റെ ഈ ആത്മാവിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പുണ്യം ലഭിക്കാൻ അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ എന്ന് ഈ വേളയിൽ അറിയിച്ചുകൊണ്ട് ഇതൊരു അടിസ്ഥാന ജനതയുടെ പോരാട്ടങ്ങളാണ്. ഒരിക്കലും നീതി അടിസ്ഥാന ജനതയ്ക്ക് ലഭിക്കുന്നത് പോരാട്ടത്തിലൂടെയാണ്, യാചിച്ചിട്ടല്ല. അപ്പോൾ ഒരു പോരാട്ടത്തിന്റെ ഓർമ്മകത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ അടിസ്ഥാന ജനത എല്ലാവരും ഈ സമരത്തോടൊപ്പം ചേർന്ന് നിൽക്കും, മനസാക്ഷിയും ഒപ്പം ഈ സമരത്തിനൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എളിയ ഒരു ആരാധകന്റെ വിലാപം ഇവിടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഓരോ മിനിറ്റ്സ് കാണുമ്പോൾ ആ വഴിത്താരിലൂടെ പോകാൻ ആഗ്രഹിച്ച് പിന്നീട് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ വന്ന് ഇതുപോലെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ മനുഷ്യന് നേരിട്ട് 10-ാം വയസ്സിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ അന്ന് ആ പ്രോഗ്രാമിൽ നടക്കേണ്ട എല്ലാ വിഷയങ്ങളും എഴുതി വാങ്ങി ആ പ്രോഗ്രാമിന്റെ ആ സ്റ്റേജിൽ അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ തന്നെ മനുഷ്യർ പറയുകയുണ്ടായിരുന്നു, ജൽസ നിനക്ക് ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ്, നീ തീർച്ചയായും ഇതൊന്നും വിട്ടു പോകരുത് എന്നും അന്ന് പറഞ്ഞ വാക്കുകൊണ്ട് തന്നെ മാത്രമാണ് പിന്നെ ഞാൻ അന്ന് തുടങ്ങി
ഒത്തിരി സ്റ്റേജുകൾ ഇന്ന് വരെ, ഇന്ന് ഞാൻ സൗദിയിൽ 12 വർഷമായി സൗദിയിൽ പോയിട്ട് ഈ 12 വർഷത്തിലും സൗദിയിൽ ഇപ്പം മിനിറ്റ്സ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് എൻ്റെ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ഇതുപോലെ മണിച്ചേട്ടനോട് ഉണ്ടായിരുന്നു, രാമകൃഷ്ണനായിട്ടുണ്ടായിരുന്നു. രാമകൃഷ്ണനായിട്ട് ഇവിടെ വന്ന് കല്യാണം ഒരു കൊടുത്തപ്പോൾ മണിച്ചേട്ടൻ ദുബായിൽ പോയേക്കെന്ന് പറഞ്ഞു. കാണാൻ പറ്റില്ല എന്ന്, എങ്കിലും ഞാൻ ആ തിരക്കിലായിരുന്നുകൊണ്ട് ഓടി വന്ന് കല്യാണം കൊടുത്ത് പോയി കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു 6 മാസം ഇവിടെ നിന്ന് തിരിച്ച് സൗദിയിലെത്തിയപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോഴാണ് മണിച്ചേട്ടൻ്റെ ഈ വിശേഷങ്ങൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയാണ് മണിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ മണിച്ചേട്ടൻ ഒരിക്കലും ഒരു ഇതല്ലോ നല്ല സ്മാർട്ടാണ് എന്ന് പറഞ്ഞു. കുറച്ചാള് കഴിഞ്ഞപ്പോഴാണ് മണിച്ചേട്ടൻ്റെ ഈ മരണവാർത്ത അറിഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ സൗദിയുടെ അടുത്തും എൻ്റെ ചേട്ടൻ്റെ അടുത്തും പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം, എങ്ങനെയായാലും എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്ന് ഭയങ്കര ഒച്ചും ബഹളം ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ നാടല്ലല്ലോ, സൗദിയാണ്. സൗദികള് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പെട്ടെന്ന് വിടുകയില്ല. അവർ പറഞ്ഞു ഒരു കൊല്ലത്തേക്കാണ്ട് തനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. തീർച്ചയായും അന്ന് വരാൻ പറ്റിയില്ല. ഞാൻ അന്ന് ഭയങ്കര വിഷമത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ ഓരോരുത്തരും കൂട്ടുകാരെ വിളിച്ചു, ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു. തിരിച്ചു വന്നപ്പോൾ ഇതുപോലെ മനുഷ്യൻ്റെ ഓരോ പ്രോഗ്രാമേ നാട്ടിൽ വന്നപ്പോൾ 1 മാസമായിട്ടുള്ളൂ. 1 മാസമായിട്ടും ഇവിടെ നമ്മുടെ രഞ്ജിത്തിന്റെ കൂടെയും ബിജു ചേട്ടൻ്റെ കൂടെയും ഞങ്ങൾ ഒത്തിരി കാര്യങ്ങളായിട്ട് ചാലക്കുടിയിൽ എന്നും ഉണ്ട്. കാരണം എൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യനായിട്ട് ഞാൻ ഇന്നും കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഒരു കലാകാരൻ ഒരിക്കലും ഒരു വ്യക്തിപരമായ ഒരു സ്വത്തല്ല, ഈ നാടിന്റെ, ഈ ദേശത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ കേരള ജനതയുടെ സ്വത്താണ്. ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കേണ്ട അതിന്റെ രക്ഷാധികാരികൾ മറച്ചു വെക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ ഉള്ളറകൾ പരിശോധിച്ച് എന്താണ് ഇത് മൂടിവെക്കാൻ കാരണം, എന്തിനാണ് ഇത് മൂടിവെക്കുന്നത്? ഇന്ന് നമ്മുടെ ഈ നാട്ടില് എന്തിനും അധികാരമുള്ള ഒരു ജനതയാണ് നമുക്ക്, അല്ലെ? ആ ജനതയ്ക്ക് മുമ്പിൽ എന്തും വെട്ടിത്തുറന്ന് പറയേണ്ട ഒരു കാലഘട്ടത്തിൽ എന്തിനിത് മറച്ചു പിടിക്കുന്നു, അതാണ് നമുക്കറിയേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ ഉള്ളറയിൽ ആര് കളിക്കുന്നുവോ അവരെയൊക്കെ മുൻപത്തിൽ കൊണ്ടുവന്നിട്ട് മറഞ്ഞിരിക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ രക്ഷാധികാരികൾ മുന്നോട്ട് വരണം. ഈ കുടുംബം ഇന്നിവിടെ നിരാഹാരം എടുക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മാത്രം പ്രശ്നമല്ലത്, ഇത് ഈ കേരള ജനതയുടെ പ്രശ്നമാണ്. ഒരു കലാകാരൻ ഒരു ജനതയുടെ, ഒരു നാടിന്റെ, ഒരു വ്യക്തിപരമായി പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പൊതുസ്വത്തായ ഒരു വ്യക്തിക്കാണ് ഇത് സംഭവിച്ചത്. അപ്പോ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിയേണ്ടത് നമുക്ക് ഓരോരുത്തരുമാണ്. അതുകൊണ്ട് തന്നെ ഇവര് കൂടെ എല്ലാവരും അണിചേർന്നുകൊണ്ട് ഇവിടെ തെളിച്ചിരിക്കുന്ന ഈ കൈത്തിരിനാളം ലോകമെന്നും പറന്ന് പന്തലിച്ച് അതിന്റെ തണലിലിരുന്ന് ഇത് കാണുന്നവരൊക്കെ പേടിച്ച് പറിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു ആത്മശക്തി ഉണ്ടാകാൻ അവർക്ക് ഒരിക്കലും ഒളിച്ചിരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വലിയൊരു വെളിപാടുണ്ടായി അവർ പുറത്തു വരുവാൻ തീർച്ചയായും ഇതിനിടെ വരുത്തട്ടെ. ഒരു എളിയൊരു അനുജൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ സംസാരിക്കുന്നു. വെറും വട്ടപൂജ്യമാക്കിക്കൊണ്ട് പോലീസിൻ്റെ നടപടി, ആ നടപടിക്കെതിരെയാണ് നമ്മൾ ഈ സമരം, നിരാഹാര സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം പല പരീക്ഷണങ്ങളും പോലീസിൻ്റെ അനുകൂല നിലപാടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനൊരു സ്വാഭാവിക മരണമാക്കി മാറ്റുന്നതിന് വേണ്ടി വളച്ചൊടിച്ചുകൊണ്ട് ഇവിടുത്തെ പല ലാബ് റിപ്പോർട്ടുകളെയും സംശയിച്ചുകൊണ്ട് നാഷണൽ ലാബിലേക്ക് അയച്ചിട്ടുള്ള പല ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ രക്തസാമ്പിളുകളും സീൽ ചെയ്യാതെയും അങ്ങനെ ഒരു ഉത്തരവാദിത്തപരമല്ലാത്ത കാര്യങ്ങൾ പോലീസ് ചെയ്തുകൊണ്ടാണ് ഈ കേസ് തെളിവില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ തെളിവ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും ഒപ്പിടിച്ച് വാങ്ങിച്ച പേപ്പറുകളുണ്ട്,
അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നും പിന്നെ മദ്യം കൊണ്ടുവന്ന വ്യക്തിയെ വിളിച്ച് ചോദിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ വ്യക്തി നാട്ടിലെത്തിയിട്ട് പോലും ആ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെയും വെറും കേവലമായ അല്ലെങ്കിൽ ബാഹ്യമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇത് ഒരു സ്വാഭാവിക മരണമാണ്, മണി കുടിച്ചു മരിച്ചാണെന്നുള്ള രീതിയിൽ പോലീസ് വരുത്തി തീർക്കാനായിട്ടുള്ള എല്ലാ നടപടികളുമാണ് പോലീസിൻ്റെ റിപ്പോർട്ടുകൾ മുഴുവനും കാണുന്നത്. ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധ പരിപാടിയും ഒപ്പം പ്രതിഷേധ സമരം, അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ശക്തമായ ആവശ്യവും, അതോടൊപ്പം തന്നെ CBI ഈ കേസ് എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണമെന്നുള്ള കുടുംബാംഗങ്ങളുടെ ആവശ്യവുമാണ്. ഈ 3 ആവശ്യങ്ങൾ: 1 പോലീസിൻ്റെ അവഹേളനം അവസാനിപ്പിക്കുക, 2 പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുക, 3 CBI എത്രയും പെട്ടെന്ന് കേസ് ഏറ്റെടുക്കുക എന്നുള്ള ഈ 3 ആവശ്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഞങ്ങൾ ഈ നിരാഹാര സമരം കുടുംബാംഗങ്ങൾ മുഴുവനും ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും കേരളത്തിൽ കലാഭവൻ മണീനെ സ്നേഹിച്ചിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ ഇന്നും നാളെ മറ്റന്നാളുമായിട്ട് ഇവിടെ എത്തിച്ചേരും. എല്ലാ തരത്തിലുള്ള പിന്തുണകളും ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയും അതോടൊപ്പം തന്നെ നേരിട്ട് വന്നും ഫോൺ വഴിയും എല്ലാം അവരുടെ പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ 3 ദിവസമാണ് നമ്മളിത് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അവരുടെ എല്ലാം സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. എൻ്റെ പേര് നദീം മുസ്തഫ. ഞാൻ ഒരു ചിത്രകാരനാണ്, മാത്രമല്ല ഞാനൊരു പ്രവാസിയും കൂടെയാണ്. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ ഈ മണിച്ചേട്ടൻ പറഞ്ഞ ശേഷം ഏത് പ്രോഗ്രാമിനും മണിച്ചേട്ടൻ സ്നേഹിക്കാത്ത ഒരു പ്രോഗ്രാം പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മണിച്ചേട്ടൻ. പിന്നെ ഈ ഞാനിവിടെ വരാൻ കാരണം വെച്ചാൽ ശ്രീ ഡാവിഡ് സുരേഷ് അദ്ദേഹവും ഞാനും കൂടി ഒരു നടത്തുന്നുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് നടത്തുന്നുണ്ട്, എക്സോട്ടിക് ഡ്രീംസ് എന്നൊരു ഗ്രൂപ്പ്. 50ഓളം ചിത്രകാരന്മാർ കൂടിയുള്ള ഒരു ഓൺലൈൻ ഗ്രൂപ്പാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു പ്രതിമ ചെയ്തത് ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു. വെച്ചാൽ ഇത്ര നല്ലൊരു പ്രതിമ ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിനും അത് വലിയൊരു അഭിമാനമാണ്. അപ്പോൾ ഈ ഇങ്ങനൊരു സന്ദർഭത്തിൽ എനിക്ക് ഒരു 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മാനത്തു മിന്നുന്ന ജ്യോതിസു കാണുവാൻ കനിവേകണം, ജ്യോതിസു കണ്ടു മടങ്ങും നടിയൻ്റെ, ജ്യോതിസു കണ്ടു മടങ്ങും നടിയൻ്റെ സങ്കടം തീർത്തിടണം, അയ്യ സന്താപം നീക്കിടണം. നിത്യനിരാമയ നിന്തിരു മുൻപിൽ ഞാൻ സത്യമായി എത്തിയേക്കാം, വള്ളി കെട്ടുമായി എത്തിയേക്കാം.